മോളെ, നീ ചെയ്ത ഈ കാര്യം ഈ വീട്ടിൽ മറ്റാർക്കും ചെയ്യാൻ കഴിഞ്ഞില്ല ഇതുവരെ. രോഹിതിന്റെ കല്യാണം നടന്ന ഞാൻ നിനക്ക് ഒരു വലിയ ഡയമണ്ട് സെറ്റ് വാങ്ങിത്തരും ആസ് എ ഗിഫ്റ്റ്. അത് വേണ്ട ആന്റി, അതിന്റെ ആവശ്യമൊന്നുമില്ല. ആന്റിയുടെ അനുഗ്രഹം മാത്രം മതി, അത് തന്നെ എനിക്ക് ധാരാളം. എന്റെ അനുഗ്രഹം നിന്നോടൊപ്പം എന്നും ഉണ്ടായിരിക്കും മോളെ. പക്ഷെ ഗിഫ്റ്റ് അതാരെങ്കിലും വേണ്ടെന്ന് പറയോ? ഓ, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഞാനൊരു കാര്യം മറന്നുപോയി. കാർത്തികയുടെ നിശ്ചയത്തിന് നീ ഒരു സ്പെഷ്യൽ ഡ്രസ് ഇടണോന്ന് അവൾ ആഗ്രഹിക്കുന്നു. നിനക്ക് വേണ്ടി ഞങ്ങളത് വാങ്ങി വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. അയ്യോ ആന്റി, അതൊന്നും വേണ്ട ആന്റി. മോളെ, ആവശ്യമുണ്ടോ ഇല്ലേ എന്നല്ല, ഗിഫ്റ്റ് ഒരിക്കലും വേണ്ടെന്ന് പറയരുത്. ആ, ഞാനിപ്പോ എടുത്തോണ്ടുവരാം. എനിക്ക് എന്റെ അമ്മയെ സഹായിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ നിശ്ചയം ഒന്ന് കഴിഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ സാലറി അഡ്വാൻസ് ആയിട്ട് ചോദിക്കാമായിരുന്നു. അത്രയും ചെറിയ തുക കൊണ്ട് അമ്മയുടെ കാര്യം നടക്കില്ലായിരിക്കും. പക്ഷെ അത് ഒരു ചെറിയ സഹായമായാലോ. ഇത് പിടിക്കും മോളെ, നിന്റെ ഗിഫ്റ്റ്. ഇതിട്ടാ നിനക്ക് നന്നായിട്ട് ഇണങ്ങും. താങ്ക് യു. ഇപ്പൊ തന്നെ ഇടുവോ? ഓക്കെ. അറിയില്ല എന്റെ അമ്മ ഇപ്പൊ എന്ത് ചെയ്യായിരിക്കും. ഹലോ, നമസ്കാരം എന്റെ പ്രതിയോഗിയുടെ അമ്മേ. താങ്കൾക്ക് സുഖാണോ? താങ്കളുടെ ദുരവസ്ഥയെക്കുറിച്ച് എനിക്ക് അറിയാൻ കഴിഞ്ഞു. കേട്ടപ്പോ വളരെ ദുഃഖം തോന്നി. താങ്കളുടെ സിന്ദൂര ഭാഗ്യ ഹോൾ സീൽ ചെയ്യാൻ പോകുന്നു കേട്ടു. നിങ്ങൾ പലയിടത്തും പോയി ആ ഹോള് തിരിച്ചു പിടിക്കാൻ പണം യാചിക്കുന്നു കേട്ടു. തനു, നീ അധികം സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ കേട്ടതൊക്കെ തെറ്റായ കാര്യങ്ങളാണ്. ആണോ? പക്ഷെ നിങ്ങൾ ഭിക്ഷ യാചിക്കാൻ വേണ്ടി ഒരു സ്റ്റുപ്പിഡ് പെണ്ണിനെ വെച്ചത്. എന്തായിരുന്നു അവളുടെ പേര്? എന്തായിരുന്നു? പ്രീത. ഞാൻ പറഞ്ഞല്ലോ, നീ ഒത്തിരി ഒന്നും സംസാരിക്കേണ്ട ആവശ്യമില്ലെന്ന്. ആരെ കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കാനും പാടില്ല. ആരെങ്കിലും കൺട്രോൾ ചെയ്യാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ആദ്യം പോയി ആ പ്രീതയെ കൺട്രോൾ ചെയ്യും. വഴക്ക് പറയണമെങ്കിൽ പോയി അവളെ വഴക്ക് പറയേ. എന്താന്ന് വെച്ചാൽ അവളാ എന്നോട് പറഞ്ഞത് നിങ്ങൾക്കിപ്പോ പണത്തിന് വളരെ ആവശ്യമാണെന്ന്. അതെന്തായാലും നിങ്ങൾക്ക് ഇൻകം കിട്ടാൻ ഒരേ ഒരു സോഴ്സ് അല്ലേ ഉള്ളൂ, സിന്ദൂര ഭാഗ്യ ഹോൾ. ഇനി അതും കൂടി കൈവിട്ടു പോയാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? സിഗ്നലുകളിൽ ഭിക്ഷ യാചിക്കേണ്ടി വരും നിങ്ങൾക്ക്. പക്ഷേ എന്റെ അടുത്ത് ഒരു ഐഡിയ ഉണ്ട്. നിങ്ങൾ എന്റെ വീട്ടിൽ വന്ന് എന്റെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കണം. ചിലപ്പോ എനിക്ക് നിങ്ങളോട് സഹതാപം തോന്നിയേക്കാം. എന്തു പറയുന്നു? എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഈ പ്രീതയ്ക്ക് സിന്ദൂരഭാഗ്യം മാരേജ് ഹാളിനെ കുറിച്ച് എങ്ങനെ അറിയാൻ കഴിഞ്ഞു? ഇനി ഒരു പക്ഷെ അത് അറിഞ്ഞാൽ തന്നെ ഈ ലോകം മുഴുവൻ വിളിച്ചു പറയേണ്ട കാര്യം എന്തായിരുന്നു? സ്വന്തം വീട്ടുകാരി അവക്ക് മനസ്സിൽ വെച്ചൂടെ? അതും ആ തനുവിനോട്. പിന്നെ ആ തനുവിന്റെ പേര്, അവളുടെ ശബ്ദവും കേട്ടാ എന്റെ രക്തം തിളച്ചു വരും. പ്രീത വലിയ തെറ്റാ ചെയ്തത്, വളരെ വലിയ തെറ്റ്. ഇന്നവളിങ്ങോട്ട് വരട്ടെ, എനിക്ക് അവളോട് സംസാരിക്കാനുണ്ട്. എന്ത് സംഭവിച്ചാലും ശരി, ഉറപ്പായും ഞാൻ സംസാരിച്ചിരിക്കും. തിരുമേനി, പൂജാ സാധനങ്ങളൊക്കെ കിട്ടിയോ? എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഗണപതി പൂജയ്ക്കുള്ള കുറച്ച് സാധനങ്ങൾ കൂടി കിട്ടിയാൽ മതി. ഞാനെല്ലാം നേരിട്ട് വാങ്ങിയതായിരുന്നു. ചിലപ്പോ സമീർ വാങ്ങിയിട്ടുണ്ടാവും. സ്റ്റാർട്ട് ചെയ്തോളൂ. പിന്നെ തോർത്ത് കിട്ടിയില്ല. ഓഹോ, ഈ വീട്ടിൽ ആരും പണിയെടുക്കുന്നേ ഇല്ല. ഇനിയിപ്പൊ ആരോട് പറയും? ആ പ്രീത, ഇങ്ങോട്ട് വാ. നീ എന്റെ മുറിയിലേക്ക് ചെല്ല്. ആ ബെഡിൽ തോർത്തുണ്ടാകും, എടുത്തോണ്ട് വാ. യാ, ഇപ്പൊ ശരിയായി. കണ്ടോ, ഈ ഡെക്കറേഷൻ ജോലി ഉണ്ടല്ലോ റോക്കറ്റ് സയൻസ് ഒന്നും അല്ല. കുറച്ചെങ്കിലും അലങ്കരിക്കാനുള്ള കഴിവുണ്ട്, പെർഫെക്റ്റ് ആയി ചെയ്യാനാകും. നിന്നെ പോലെ നന്നായി ചെയ്യുന്നുണ്ട്. അതും കൊണ്ടുവാ. യെസ്, ഇത് നമുക്ക് ഇവിടെ വെക്കാം. ആ പിന്നെ മറ്റത്, ഓ മൈ ഗോഡ്, ചേച്ചി മാറ് മാറ് മാറ്. ഓ ഗോഡ്, ഇവിടെ വെച്ച് ചേച്ചി എന്നെ കണ്ട എന്റെ കളത്തിൽ മുഴുവൻ പൊളിയുമല്ലോ. എന്താ ഇപ്പൊ ചെയ്യാ? ഇല്ല, ഈ ഒളിച്ചുകളി ഇങ്ങനെ ഇപ്പോ അവസാനിപ്പിക്കാൻ പറ്റില്ല. ഞാൻ എവിടെയെങ്കിലും പോയി ഒളിച്ചേ പറ്റൂ. പക്ഷെ എവിടെ പോവാനാ? താൻ എന്ത് മനുഷ്യനാ ഷോട്ടി? തനിക്ക് നോക്കി നടന്നൂടെ ഒന്ന്? തന്റെ കയ്യിൽ പൂജാ സാധനങ്ങൾ ഇരിക്കുമ്പോഴെങ്കിലും ഒന്ന് നോക്കി കണ്ട് നടന്നൂടെ? ഇന്ന് കണ്ണില് പെയിന്റ് ഒന്നും ഇല്ലല്ലോ, കണ്ണ് തുറന്ന് നടക്കാൻ പറ്റുമല്ലോ. ഹലോ, ഞാൻ നേരെ നോക്കിയാ നടന്നത്. എന്റെ കണ്ണ് തുറന്നു തന്നെ ആയിരുന്നേ. നീയാണ് ഓടി വന്നിട്ട് എന്നെ ഇടിച്ചത്. ഇതിൽ ഞാനത് തെറ്റായി. ഞാൻ പെട്ടെന്ന് ഓടി വന്നെങ്കിൽ നിനക്കൊന്ന് മാറി പോകായിരുന്നില്ലേ? ഒന്ന് ചോദിച്ചോട്ടെ, നിന്റെ ഏതെങ്കിലും സ്ക്രൂ ഇളകിയിരിക്കുകയാണോ? നോക്ക്, നിനക്ക് കുറച്ചെങ്കിലും ധാരണയുണ്ടോ ഈ താലം വീണ്ടും തയ്യാറാക്കാൻ ഇനി എത്ര നേരം എടുക്കുന്നു? നന്നായി, ഇതിന് നിനക്ക് നിന്റെ മുത്തശ്ശീന്റെ അടുത്ത് നല്ല വഴക്ക് കിട്ടും. നിനക്കുണ്ടല്ലോ. നിനക്ക് അത് തന്നെ വേണം. നീ നീ എന്തിനാ എന്നെ നോക്കുന്നേ? താഴെ ഇട്ടത് അങ്ങോട്ട് പെരക്കെടുക്കാൻ നോക്ക്. എന്ത് ഭ്രാന്ത് പിടിച്ച പെണ്ണാണോ അത്?
അയ്യോ, ഇതെന്ത് പറ്റിയതാ? ഇതെങ്ങനെയാ താഴെ വീണത്? ഒരു പൊക്കമുള്ള കൊടുങ്കാറ്റ് വന്ന് ഇടിച്ചിട്ട് പോയി. ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തേനെ, പക്ഷെ മുത്തശ്ശി എനിക്കൊരു പ്രധാനപ്പെട്ട ജോലി തന്നിരിക്കുക. ഇറ്റ്സ് ഓക്കെ, ഐ വിൽ മാനേജ്. ചേച്ചിനെ ഇവിടെ വെച്ച് കണ്ട എന്താ ചെയ്യാം? എന്ത് ചെയ്യും? എവിടെ പോവും? ചേച്ചി ഇവിടെ നാപ്കിൻസ് ഒന്നും കാണുന്നില്ലല്ലോ. സൈഡ് ഡ്രോവറിൽ കാണുമായിരിക്കും. ഇനി അവിടെ ഉണ്ടായിരിക്കോ? ഇത് ജ്വല്ലറി ബോക്സ് ആണ്. മുത്തശ്ശി പറഞ്ഞത് നാപ്കിൻ ബെഡിൽ കാണുമെന്നാണല്ലോ. ആ, ഇനി ചിലപ്പോൾ ബാത്റൂമിലുണ്ടായിരിക്കും. ബാത്റൂമിലെ നാപ്കിൻസ് എവിടെ വെച്ചേക്കുന്ന? ആരാത്? പോട്ടെ, ചിലപ്പോൾ ഏതെങ്കിലും റിലേറ്റീവ്സ് ആയിരിക്കും. താങ്ക് യു വെരി മച്ച്. യു വെൽക്കം. സൃഷ്ടി, നീ ഇതിനകത്തുണ്ടോ? ഞാൻ നിന്റെ ശബ്ദം കേട്ടു. പുറത്തു വാ. ഞാനാ പ്രീത, നിന്റെ ചേച്ചിയാ. സൃഷ്ടി, വാതിൽ തുറക്കാൻ. നിനക്കെന്താ വട്ടുണ്ടോ സൃഷ്ടി? നീ എന്തൊക്കെയാ ചെയ്യുന്നേ? നീ എന്നെ കാണാൻ വന്നതല്ലേ? വീട്ടിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായി കാണും. അല്ല, എന്നെ കാണാനായിരുന്നെങ്കിൽ താഴെ എന്റെ പേര് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? ഇങ്ങനെ ഒളിച്ച് വീട്ടിൽ വന്ന് മുത്തശ്ശിയുടെ ബാത്റൂമിൽ ഒളിക്കേണ്ട കാര്യമുണ്ടോ നിനക്ക്? നിനക്ക് എന്റെ പേര് പറഞ്ഞ അവര് വിളിച്ച് നിർത്ത്. ഒരു മിനിറ്റ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്ക് മുത്തശ്ശിയുടെ റൂമിൽ മാത്രമല്ല, ഈ വീട്ടിൽ എവിടെ കയറാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. എന്താ? ആ, ഞാനിവിടെ ജോലി ചെയ്യാൻ വന്നതാ. വെഡിങ് പ്ലാനറിന്റെ കൂടെ വന്ന ആളാ ഞാൻ. എന്താ നീ എന്തായി പറയുന്നേ? നിനക്ക് ജോലി കിട്ടിയെന്നോ? ഇതൊക്കെ എപ്പോ സംഭവിച്ചു? ചേച്ചി, എനിക്ക് ഇന്നലെ തന്നെ ജോലി കിട്ടിയിരുന്നു. നിനക്ക് ഇന്നലെയാ ജോലി കിട്ടിയത്. എന്നിട്ട് ഞാൻ ഇപ്പോഴാ അറിയുന്നേ. നീ എന്താ എന്നോട് പറയാത്തെ? ചേച്ചി, കാരണം എനിക്ക് ഗെയിം കളിക്കാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു. ആ, ഈ ഗെയിമിൽ എനിക്കെല്ലാം മനസ്സിലാവും. ചേച്ചിക്കാണെങ്കിൽ ഒന്നും അറിയില്ല. ഈ വീട്ടുകാർക്ക് നമ്മൾ രണ്ടുപേരും സഹോദരിമാരാണെന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ ചേച്ചിയെ ഇഷ്ടപ്പെടാത്തവര് എന്റെ കൂടെ കൂട്ടോടും. വാട്ട് എ ഫൺ. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഇതെന്ത് പൊട്ട ഗെയിമാ? ഇതിൽ എന്ത് രസമുണ്ടെന്നാ നീ പറയുന്നത്? പിന്നെ ചേച്ചിയെ രോഹിത്തിന്റെ കയ്യിലോട്ട് വീഴ്ചത് വേറെ ആരുമല്ല, ഞാനാ. എന്നെ അടിക്കരുത്. എന്താ? സോറി. ഇത്ര കാര്യങ്ങൾ ചെയ്തിട്ട് നിനക്ക് തമാശയായിട്ടാണോ തോന്നി? ചേച്ചി, സത്യം പറയട്ടെ, എനിക്ക് ഒത്തിരി വിഷമം തോന്നി. പിന്നെ കുറച്ച് പേടിയുണ്ടായിരുന്നു. പക്ഷെ അഹങ്കാരി കവിത ഉണ്ടല്ലോ, അവരെനിക്ക് ഡബിൾ സാലറി പ്രോമിസ് ചെയ്തിരുന്നു. എന്താ അവർക്ക് ഇത്ര ദേഷ്യം എന്നറിയില്ല ചേച്ചിയോട്. അതെനിക്കറിയാം, അവർക്ക് എന്നെ അത്ര ഇഷ്ടമല്ലെന്ന്. പക്ഷെ ഞാനത് കാര്യമാക്കുന്നില്ല. കാരണം എനിക്ക് അവരുമായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ഷൻസ് ഒന്നുമില്ല. ചേച്ചിക്ക് ഒരു കാര്യം അറിയോ? അവർക്ക് അറിയില്ല നമ്മള് സിസ്റ്റേഴ്സ് ആണെന്ന്. അതുകൊണ്ട് അവരെല്ലാം എന്നോട് തുറന്നങ്ങ് പറഞ്ഞേ, സ്റ്റുപ്പിഡ് ആണ് അവൾ, പ്രീത, ഐ ഡോണ്ട് ലൈക്ക് ഹർ അറ്റ് ഓൾ. പിന്നെ ചേച്ചി, നമ്മള് രണ്ടുപേരും സഹോദരിമാരാണെന്ന് അറിയാത്തവർ എന്നോട് മനസ്സ് തുറന്ന് എല്ലാം അങ്ങ് പറയുമല്ലോ. അപ്പൊ എനിക്ക് മനസ്സിലാവുമല്ലോ ചേച്ചിയുടെ കൂടെ ആരാ, ചേച്ചിയുടെ എതിരാരാന്ന്. എന്ത് നല്ല ഗെയിമാ. നീ ഇതൊക്കെ വളരെ തമാശയായിട്ടാണോ കാണുന്നത് സൃഷ്ടി? ഇതിൽ നിനക്ക് എന്ത് രസമുള്ളത്? എനിക്ക് നല്ല രസമൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ ചേച്ചി ഉണ്ടല്ലോ, ചേച്ചി ഇവിടെ ആരോട് പറയരുത് നമ്മൾ തമ്മിലുള്ള ബന്ധം. ഓക്കെ സൃഷ്ടി, ഇതൊക്കെ ഒളിക്കാനുള്ള കാര്യമാണ്. എല്ലാരും അറിഞ്ഞ പിന്നെ എനിക്കൊന്നും അറിയാനാവില്ല. ചേച്ചി ഇപ്പൊ പ്രോമിസ് ചെയ്യണം നമ്മൾ സഹോദരിമാരാണെന്ന് ആരോടും പറയില്ലാന്ന്. ഈ പ്രോമിസ്. ഞാനിപ്പോ പോയിക്കോട്ടെ. ഈ നാപ്കിൻ കൊണ്ട് താഴെ കൊടുക്കണം. അതിഥികളൊക്കെ എത്തി നിന്നോട് സംസാരിച്ചിരുന്ന എന്റെ ജോലി പോകും. എന്ന് പിന്നെ കാണാം. ശരി, ഓക്കെ. മമ്മി, പിന്നെ എന്തിനാ ഇതൊക്കെ? ഇപ്പോഴല്ലേ ഇതിന്റെ ടൈം. നിങ്ങൾ ഇപ്പോഴും തമാശ കളിച്ച് നടക്കുവാണോ? അതെ, എല്ലാത്തിനും ഒരു അതിരില്ലേ? അതെ, അതിഥികളൊക്കെ വന്നു. അതെ, കല്യാണത്തിന്റെ മൂടല്ലേ ഇപ്പൊ. അതിഥികൾ വന്നു പോയൊക്കെ ഇരിക്കും. ഇന്ന് 2 പെമ്പിളരെയും കാണാനില്ലല്ലോ. ഏത് പെമ്പിളാര്? എന്റെ ഏട്ടൻ നിങ്ങളുടെ സ്ഥിരം ഡേറ്റ്സ് ഇല്ലേ? മല്ലിക, സോഫിയ, എല്ലാ ഹോട്ടലേ. ഇന്ന് നല്ലൊരു ദിവസമാണ്, അതുകൊണ്ടാണ് ഞാൻ അവരെ വെറുതെ വിട്ടത്. എന്തിന്? ആഹാ,
പണി കൊടുക്കാനുള്ള സാധനം എൻ്റെ മുൻപിലേക്ക് വരുന്നുണ്ട്. എന്നാ നീ വിട്ടോ, ഞാൻ വന്നോളാം. നീ ഇന്ന് ശരിക്കും സുന്ദരിയായിട്ടുണ്ട്. പൂജാരി, പ്രീത, എന്താടാ മോനെ ഇത്? ഇന്ന് എന്റെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ പെർഫെക്റ്റ് കോമ്പിനേഷൻ. യു ലുക്കിംഗ് ഹാൻഡ്സം. താങ്ക് യു അമ്മേ. പക്ഷെ അമ്മ പ്രീതയോടാണ് താങ്ക്സ് പറയേണ്ടത്. അവളായി കളർ ഡിസൈഡ് ചെയ്തത്. അമ്മയ്ക്കറിയാലോ കളർ ഡിസൈഡ് ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ എത്ര കൺഫ്യൂസ്ഡ് ആണെന്ന്. ഐ സി. അല്ലെങ്കിലും പ്രീത വളരെ ഹെൽപ്ഫുൾ ആയ പെൺകുട്ടിയാണ്. അവൾ നല്ല സ്വീറ്റാ. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പെൺകുട്ടിയെ വളരെ ഇഷ്ടാ. ഐ ആം ഗ്ലാഡ് ദാറ്റ് യു ലൈക്ക് ഹർ ടു. അമ്മേ, എനിക്ക് അമ്മയോട് ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ട്. പ്രീതയെ പറ്റിയാണോ? ഇനി അമ്മേ, നിനക്ക് actually ഇത് ഞാൻ ചേച്ചി, ഇതെന്താ ഇവിടെ? മോനുമായിട്ട് കഥ പറച്ചിലാണോ? അതൊക്കെ പിന്നെ ആവാം. ഗസ്റ്റ് ഒക്കെ വന്നു തുടങ്ങി, അവരെ അറ്റൻഡ് ചെയ്യൂ. പിന്നെ കാർത്തിക എവിടെ? അതുപോലെ രാധേ. കാർത്തിക റെഡി ആവുന്നതേ ഉള്ളൂ. അവൾ എത്തിക്കോളൂ. ഷീ മസ്റ്റ്. ദാ വന്നു. കാർത്തിക വന്നല്ലോ. നീ ഒരുപാട് സുന്ദരിയായിരിക്കുന്നു മോളെ. സുന്ദരി തന്നെയാ. പ്രീത മുറിയിലേക്ക് പോകൂ, എന്നിട്ട് കൺമഷി എടുത്തോണ്ട് വരൂ. ഇല്ലെങ്കിൽ ഇവിടെ ആരെങ്കിലും കണ്ണുവെക്കും. എന്ത് പറ്റി? മാച്ചിങ് ഡ്രസ്, മാച്ചിങ് ജ്വല്ലറി. യു ലുക്ക് ലൈക്ക് എ പ്രിൻസസ്. താങ്ക് യു സോ മച്ച് ആന്റി. പക്ഷെ ക്രെഡിറ്റ് കൊടുക്കണമെങ്കിൽ പ്രീതയ്ക്ക് കൊടുത്തോളൂ. അവളുടെ ചോയ്സ് വളരെ നല്ലതാണ്. മൈ ക്വീൻ, യു ആർ ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ. പിന്നെ എനിക്ക് ഒത്തിരി സന്തോഷായി ഞാൻ തന്ന നെക്ലസ് തന്നെ നീട്ടതിൽ. ഞാനും അമ്മയും ഞങ്ങളുടെ എൻഗേജ്മെന്റിന് അണിഞ്ഞത്. ഇറ്റ്സ് ആൻ ആന്റിക് പീസ്. നമുക്ക് പരമ്പരയായിട്ട് കിട്ടുന്നതാ. അത് അമ്മ പറഞ്ഞിരുന്നല്ലോ. നീ എന്തിനാ ഈ നെക്ലസ് എടുത്ത് ഈ കസവിന്റെ അടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ? ഇത്തിരി ഷോ ഓഫ് ഒക്കെ വേണ്ടേ? ഓ മൈ ഗോഡ്, അമ്മേ റൂബി. റൂബി എവിടെ പോയി? എന്താ ചേച്ചി, റൂബി എവിടെ? ഇതെങ്ങനെ സംഭവിച്ചു? ഓ മൈ ഗോഡ്, ആ റൂബി ആയിരുന്നു ഏറ്റവും എക്സ്പെൻസീവ്. അത് കളഞ്ഞു പോയോ? ഐ ഡോണ്ട് ബിലീവ് ദിസ്. നമ്മുടെ പാരമ്പര്യ നെക്ലസിലെ റൂബി കാണുന്നില്ല. 6 ലക്ഷമെങ്കിലും അതിന് വില വരും. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ ക്യാൻ ദിസ് ഹാപ്പൻ. നീ ഇത്ര കെയർലെസ് ആയാലോ? ഇത് ഞാൻ തന്നപ്പോ അതിൽ റൂബി ഉണ്ടായിരുന്നല്ലേ? അമ്മ, ഐ സ്വെയർ ഞാനും റിയലൈസ് ചെയ്തിട്ടില്ല. പ്രീതയും അങ്ങനെ തന്നെ. ഇൻഫാക്ട് ഈ ഷോൾ പ്രീതയാണ് പിൻ ചെയ്തത്. പ്രീത അവൾ കണ്ടിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി എന്നോട് പറഞ്ഞിരുന്നേനെ അമ്മ. എന്ന് വെച്ചാൽ അവസാന നിമിഷം നിന്നോടൊപ്പം ഉണ്ടായിരുന്ന പ്രീതയല്ലേ? അതെ അമ്മേ. അക്ഷയുടെ ഫോൺ വരുമ്പോഴും പ്രീത എന്നോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. കവിത, അത് വിട്ടേക്ക്. നമുക്കത് പിന്നീട് നോക്കാം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. റൂബി അന്വേഷിച്ച് കണ്ടുപിടിച്ചേ പറ്റൂ. ഐ മീൻ, ഇനി പറഞ്ഞിട്ട് എന്തിനാ? അതൊരു സാധാരണ മാലല്ലോ, നമ്മുടെ കുടുംബ ആഭരണമാണ്. റൂബിയും കാണാനില്ല. അത് അന്വേഷിച്ചേ മതിയാവും. അമ്മയുടെ ആ സിന്ദൂരഭാഗ്യ ഹാളില്ലേ, അത് നഷ്ടപ്പെടാതിരിക്കാൻ ഇപ്പൊ 3 ലക്ഷം രൂപ അടയ്ക്കണം. അഥവാ പൈസ അടച്ചില്ലെങ്കിൽ ആ വെഡിങ് ഹാള് ജപ്തി ചെയ്യുന്നു. ഐ നോ ഇറ്റ്. എനിക്കറിയാം ഇത്. റൂബി ആരാ മോഷ്ടിച്ചെന്ന്. ആരാ? കവിതാന്റി,
ഇതുവരെ ഞങ്ങളുടെ വീട്ടിൽ ആരും ഒന്നും മോഷ്ടിച്ചിട്ടില്ല. ഇത് ആർക്ക് ചെയ്യാൻ പറ്റുമെന്നാ. അതുപോലെ തന്നെ എനിക്ക് എക്സ്ക്യൂസ് മീ. ഇതുവരെ ആരും മോഷ്ടിച്ചിട്ടില്ല എന്നതൊക്കെ ശരി തന്നെ. പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് കണ്ടെത്തിയേ മതിയാകൂ. മോളെ നീ ഒന്ന് ആലോചിച്ച് നോക്ക്, എവിടെയെങ്കിലും കളഞ്ഞു പോയോ? അമ്മേ എന്താ പറ്റിയത്? എല്ലാവർക്കും എന്താ സംഭവിച്ചത്? മോളെ, കാർത്തികയുടെ ആഭരണത്തിൽ നിന്ന് റൂബി കളവ് പോയി. അതെവിടെ പോയെന്ന് ആർക്കും അറിയില്ല. അത് നീ ഒന്ന് പറ. ഇപ്പൊ നീ എന്തോ പറഞ്ഞല്ലോ, അത് നിനക്കറിയാന്ന്. ആരാണത്? പേര് പറ. ഞാൻ ആ പേര് തുറന്നു പറഞ്ഞാൽ അത് ഇഷ്ടപ്പെടാത്ത ചിലർ ഈ വീട്ടിലുണ്ട്. ഞാനത് പറഞ്ഞ ഇവരാരും വിശ്വസിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ ഡയറക്ട്ലി മോഷ്ടാവിനെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്താം, തെളിവോട് കൂടി തന്നെ. സൃഷ്ടി, സൃഷ്ടി, സൃഷ്ടി ആരാ? എക്സ്ക്യൂസ് മീ. യെസ് മാം. പ്രീതയെ വിളിച്ചോണ്ട് വരൂ ഇപ്പോ, ഈ നിമിഷം തന്നെ. പ്രീത എന്റെ മുറിയിലുണ്ട്. കൺമഷി എടുക്കാൻ പോയിരിക്കുക. ഓക്കെ മാം. നീ എന്താ ഈ കാണിക്കുന്നത്? എന്താ നീ ഉദ്ദേശിക്കുന്നത്? എന്താണെന്ന് പറ. ജസ്റ്റ് ഗിവ് മീ 2 minutes. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സത്യം എന്താണെന്ന് മനസ്സിലാകും. ആ പിന്നെ നീ ആലോചിച്ചിട്ട് പറയൂ, റെഡി ആകുന്ന സമയത്ത് ഈ ഡ്രസ് ഇടുന്നതിന് മുൻപ് ഇതിൽ റൂബി ഉണ്ടായിരുന്നോ ഇല്ലയോ? നീ കണ്ടിരുന്നോ? അതെ, അത് ഞാൻ കണ്ടായിരുന്നു. ഐ റിമെമ്പർ. കാർത്തികയോട് സംസാരിക്കാനായി ഞാൻ റൂമിൽ പോയപ്പോൾ അപ്പോ പ്രീത അവിടെ എന്തോ ചെയ്യുന്നുണ്ടായിരുന്നു. യെസ്, അവള് ഷോൾ നോക്കുകയായിരുന്നു. ആൻഡ് റൂബി അവിടെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ കമന്റ് ചെയ്തതാണ് ഇറ്റ്സ് വെരി ബിഗ് എന്ന്. എക്സാക്ട്ലി, ഞാൻ ചിന്തിച്ചത് തന്നെയാണ് ശരി. റൂബി നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പൊ അതില്ല. Damn right. മുത്തശ്ശി ഈ കൺമഷി എവിടെ കൊണ്ടാ വെച്ചിരിക്കുന്നത്? ചേച്ചി 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 അവിടെ താഴെ എല്ലാരും വിളിക്കുന്നു. ആ മുത്തശ്ശി എന്നെ കൺമഷി എടുക്കാൻ ഇപ്പൊ ഇങ്ങോട്ട് അയച്ചതാ. കൺമഷിയോ? അതിനായിരിക്കും എന്നെ വിളിക്കുന്നത്. അല്ല ചേച്ചി, കൺമഷിയെ പറ്റി അല്ല താഴെ സംസാരിക്കുന്നത്. അവര് വേറെന്തോ സംസാരിച്ചോണ്ടിരിക്കുക. വേറെന്താ സംസാരിക്കുന്നത്? എന്താന്നറിയില്ല. ആദ്യം എന്നെയാ വിളിച്ചത്. ഞാൻ വിചാരിച്ചു ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുമെന്ന്. പിന്നുണ്ടല്ലോ ആ മുൻഷുണ്ടി മാഡം ഇല്ലേ, കവിത, അവര് പറഞ്ഞു പ്രീതയെ താഴോട്ട് കൊണ്ടുപോവാൻ, ഇപ്പൊ തന്നെ കൂട്ടിക്കൊണ്ടുവരാൻ. കവിതയുടെ ദർബാറിൽ ഹാജരാകാൻ വേണ്ടി ചേച്ചി എന്ത് തെറ്റാ ചെയ്തെന്ന് എനിക്കറിയില്ല. ഒന്നുമല്ല സൃഷ്ടി, നീ വെറുതെ ചിന്തിച്ചു കൂട്ടണ്ട. എന്തുമാത്രം അതിഥികളാ വന്നിരിക്കുന്നത്. എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും, അതിനായിരിക്കും വിളിക്കുന്നത്. ശരി വാ പോവാം. ഞാൻ എന്റെ ബാഗും കൂടി എടുത്തോട്ടെ. ഞാൻ അധികം നേരം ഇവിടെ നിൽക്കില്ല. ഇത് നമ്മുടെ ഫംഗ്ഷൻ ഒന്നും അല്ലല്ലോ. ആവശ്യം കഴിഞ്ഞാ ഞാൻ ഉടനെ പോവും. നീ വേഗം വന്നേക്കണേ. അതെ ചേച്ചി, നമ്മുടെ ബന്ധത്തെ പറ്റി ആരോടും പറയരുത് കേട്ടോ. എന്റെ ഭഗവാനെ, നീ നിന്റെ തലയിൽ ഉദിക്കുന്ന പൊട്ട ചിന്തകളും. ഞാനൊന്നും പറയില്ല. പിന്നെ ഒരു കാര്യം കൂടെ, ഇന്ന് രാത്രിയിലെ ഭക്ഷണം നമ്മൾ ഇവിടുന്ന് കഴിച്ചിട്ടേ പോവും. ശരി, വേഗം താഴേക്ക് വരണേ. ആ ചേച്ചി നല്ല ചിൽഡ് ഔട്ട് ആണല്ലോ. പക്ഷെ താഴത്തെ കാര്യങ്ങൾ അത്ര സുഖകരമാണെന്ന് എനിക്ക് തോന്നിയില്ല. എല്ലാവരും നല്ല ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അപ്പൊ പിന്നെ എന്താണ് അവ സംഭവിക്കുക? എന്തോരു പ്രശ്നമുണ്ട്. ഈ ലൈറ്റർ ഇത് എവിടെ പോയി? ഈ വീട്ടിൽ ഒരു സാധനോ വെച്ചെടുത്ത് ഒരിക്കലും കാണില്ല. ഓഹോ, നീ ആരോടുള്ള ദേഷ്യമാണ് ഈ പാത്രങ്ങളോട് ഇങ്ങനെ തീർത്തോണ്ടിരിക്കുന്നത്? എന്താണ് സംഭവിച്ചെന്ന് പറ. എത്ര വർഷമായി അമ്മേ, എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ സിന്ദൂരം മാരേജ് ഹാളിന്റെ കാര്യത്തിന് വേണ്ടി. അതിന് എന്തുമാത്രം ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. പക്ഷെ അതെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് നമ്മൾ നേരിട്ടില്ലേ. നാട്ടുകാരുടെ മുന്നിൽ നമ്മൾ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. പക്ഷെ ഇന്ന് അങ്ങനെയൊന്നും ഉണ്ടായി. എന്തു പറ്റി? നമ്മളെ വീട്ടിലെ പെണ്ണ് തന്നെ എല്ലാവരോടും വിളിച്ചു പറഞ്ഞു. പ്രത്യേകിച്ച് നമ്മുടെ ബുദ്ധിമുട്ട് ഇപ്പോൾ എന്താണെന്ന്. സൃഷ്ടി ആരോട് എന്ത് പറഞ്ഞെന്നാണ്? സൃഷ്ടിയാണ് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ പോലും എനിക്ക് അത്രയും വിഷമമുണ്ടാകില്ലായിരുന്നു. എനിക്കറിയാം അവള് കുഞ്ഞാണ്, ഇത്തിരി കുട്ടിത്തൊക്കെ ഉണ്ടെന്ന്. തെറ്റുകൾ സ്വാഭാവികം. പക്ഷെ സൃഷ്ടിയല്ല അത് പറഞ്ഞത്. പ്രീതി അങ്ങനെയൊക്കെ പറഞ്ഞത്. അവൾ തനുവിനെ ഫോൺ ചെയ്തിരുന്നു. തനു പറഞ്ഞത് സിന്ദൂരം മാരേജ് ഹാളിന് വേണ്ടി നമുക്ക് 3 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ടെന്ന്. എന്റെ ദൈവമേ, പക്ഷെ തനു അവൾ എന്തൊക്കെയാ ഈ പറയുന്നത്? പക്ഷെ അവളുടെ മറുപടി കേട്ട് പ്രീതി എന്തുമാത്രം പേടിച്ചിട്ടുണ്ടാകും. ഇവിടെ ഈ പാത്രങ്ങളൊന്നും നിറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അവളൊന്നും ഇങ്ങോട്ട് വന്നോട്ടെ. ഞാൻ നല്ല ദേഷ്യത്തിലാ. എന്താ ചെയ്യാന്ന് എനിക്ക് പറയാനാവില്ല. നമ്മുടെ വീട്ടിലെ വിഷമങ്ങൾ മറ്റുള്ളവരോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു. അല്ലാതെ അവൾ എങ്ങനെ അറിഞ്ഞു നമ്മുടെ ഈ ഹാളിന്റെ കാര്യങ്ങൾ അറിയാവുന്ന സ്ഥിതിക്ക് അവൾക്ക് മിണ്ടാതിരിക്കായിരുന്നല്ലോ. എല്ലാം വിളിച്ചു പറയേണ്ട ആവശ്യം ഇപ്പോഴുണ്ടായിരുന്നോ? അമ്മ ഇന്ന് ഞാൻ അവളോട് സംസാരിച്ചിരിക്കും, വെറുതെ വിടില്ല. ഈ തനു ഇനി അമ്മുവിനോട് എന്തൊക്കെയാണാവോ പറഞ്ഞിട്ടുണ്ടാവുക? എല്ലാം കുളമായല്ലോ. ആ പ്രീതയോട് ഇനി എന്തൊക്കെയാണാവോ പറഞ്ഞിട്ടുണ്ടാവുക? ദൈവം തന്നെ രക്ഷിക്കട്ടെ.
മുത്തശ്ശി ഇതാ വാങ്ങിച്ചോ കൺമഷി. ഇത് കാർത്തികയ്ക്ക് ഇട്ട് കൊടുക്ക. ഒരാളുടെയും കണ്ണ് പെടാതിരിക്കട്ടെ. മാഡം എന്നെ വിളിച്ചത് എന്തെങ്കിലും ജോലിയുണ്ടോ? എന്നെ കൊണ്ട് എന്തേലും? ശരിക്കും നിന്നെ ഞാൻ എന്തിനാ വിളിപ്പിച്ചെന്ന് നിനക്കറിയില്ലേ? ഇല്ല. ഇങ്ങനെ പാവം നടിക്കല്ലേ പ്രീത. ഈ നിഷ്കളങ്ക ഭാവം, ഈ മോശം ചിന്തകൾ, നിന്റെ ഈ കളിയൊക്കെ ഉണ്ടല്ലോ, എല്ലാം എനിക്ക് വളരെ നന്നായി മനസ്സിലാവുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മാഡം. എന്താ? ഞാൻ നിന്നെ ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നേ ഇല്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, എന്റെ അമ്മയ്ക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. ദാറ്റ്സ് നാച്ചുറൽ. ഒരു ഡോക്ടറും പേഷ്യന്റും തമ്മിൽ ഒരു ബോണ്ടിങ് എന്തായാലും ഉണ്ടാവും. എനിക്ക് മനസ്സിലാവുന്നേയില്ല കവിത ആന്റി ഇന്നത്ര ഡിറ്റക്റ്റീവ് കളിക്കുന്ന എന്താന്ന്. നേരെ ചൊവ്വ സസ്പെൻസ് അവസാനിപ്പിക്കാമായിരുന്നല്ലോ. പക്ഷെ ഏടത്തി, നിങ്ങൾക്കും എന്താ ഇവളെ ഇത്ര ഇഷ്ടം? ചേച്ചി എന്തൊക്കെ ഈ പറഞ്ഞു വരുന്നത്? പ്രീത വളരെ നല്ല സംസ്കാരമുള്ള ഒരു പെണ്ണാ. ഞാൻ ഇവളെ ഇഷ്ടപ്പെടുന്നതിൽ എന്തിനാണ് ഇത്ര തെറ്റ് കാണുന്നത്? ഇത് തന്നെയാണ് പ്രോബ്ലം ഏടത്തി. നിങ്ങൾ എല്ലാരും നിഷ്കളങ്കരായതുകൊണ്ട് ഇവള് പറയുന്ന എല്ലാം വിശ്വസിക്കും. ഇവളൊരു ഡോക്ടറാണ്, ട്രീറ്റ്മെന്റിന് വേണ്ടി ഈ വീട്ടിൽ വന്നത്. ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് വീട്ടിലേക്ക് തിരികെ പോകുന്നില്ല? ദിവസം മുഴുവൻ ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കും. ചിലപ്പോ കാർത്തികയുടെ പിന്നാലെ, ചിലപ്പോ ഏടത്തിയുടെ പിന്നാലെ, പിന്നെ ചിലപ്പോ ആഭരണങ്ങളുടെ അടുത്തും. എന്താ ഞാൻ മാഡം എന്തൊക്കെയായി പറയുന്നേ? പിന്നൊരു കാര്യം, ഇവൾക്കും കാർത്തികയ്ക്കും ഇടയിൽ എന്താണ് കോമൺ? ഇവൾ അവളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടും അല്ല, കോളേജ് മേറ്റും അല്ല. ഇവളുടെ സൂത്രം നോക്കൂ. 2 ദിവസം കൊണ്ട് ഇവൾ കാർത്തികയുമായി നല്ലൊരു ബന്ധം ഉണ്ടാക്കി. ഇന്ന് കാർത്തിക നെക്ലസ് ഇട്ടതുപോലെ ഇവൾ പറഞ്ഞതുകൊണ്ടാ. റൈറ്റ്? ഇന്ന് എൻഗേജ്മെന്റിന് കാർത്തികയോട് ഇതേ നെക്ലസ് തന്നെ അണിയുവാൻ നീ പറഞ്ഞതിന്റെ കാരണം ഈ റൂബി നിനക്ക് മോഷ്ടിക്കാൻ വേണ്ടി മാത്രം. ഞാനോ? ഏത് റൂബിയുടെ കാര്യം മാഡം ഈ പറയുന്നേ? ഞാനൊന്നും ചെയ്തിട്ടില്ല. അത് നെക്ലേസ് തന്നെ ഉണ്ടായിരുന്നല്ലോ, ഞാനും കണ്ടിരുന്നു. ഞാൻ അവളെ ഹെൽപ്പ് ചെയ്യേ മാത്രമോ ചെയ്തത്. അത് ഇവിടെയല്ലേ ഉണ്ടായിരുന്നത് കാർത്തിക? അത് ഞാൻ നിനക്ക് ഇട്ടു തന്നല്ലോ. എനിക്കൊന്നും അറിയില്ല. ഞാനല്ല എടുത്തത്. നീ എടുത്തിട്ടേ ഇല്ല? എനിക്കൊന്നും അറിയില്ല മാഡം. നിനക്കൊന്നും അറിയില്ല, നീ എടുത്തിട്ടുമില്ല. പിന്നെ ആരാ ഇതെടുത്തത്? നീ എന്താ പറഞ്ഞു വരുന്നേ? ആ ഡ്രസ് വിഴുങ്ങിയെന്നോ അതോ കാർത്തിക സ്വന്തം ആഭരണം മോഷ്ടിച്ചെന്നോ? I don't know. നോക്ക്, നിന്നെ ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല. പക്ഷേ നീ ഇത്രത്തോളം തരം താഴുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. 100% എനിക്ക് ഉറപ്പാണ് ഈ റൂബി മോഷ്ടിച്ചത് നീ തന്നെയാണെന്ന്. ബിക്കോസ് കാർത്തികയുടെ മുറിയിൽ നീ അല്ലാതെ വേറെ ആരും പോയിട്ടില്ല. വേറെ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. You are not. I'm sorry. ഞാനൊരു ഡോക്ടറാണ്, അല്ലാതെ ഇവിടെ മോഷ്ടിക്കാൻ വന്നതല്ല. ഞാനൊന്നും എടുത്തിട്ടില്ല. മാഡം എന്തിനാ എന്നെ കുറ്റപ്പെടുത്തുന്നതെന്ന് എനിക്കറിയില്ല. കാരണം നിനക്ക് പൈസയുടെ ആവശ്യമുണ്ടായിരുന്നു. എനിക്ക് പൈസയുടെ ആവശ്യം? നീ അഭിനയിക്കല്ലേ എന്റെ മുന്നിൽ? എന്താ നിന്റെ അമ്മയ്ക്ക് 3 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ടായിരുന്നില്ലേ? എന്താ നീ ഫോണിലൂടെ വിറയ്ക്കുന്നുണ്ടായിരുന്നില്ലേ ആരുടെ മുന്നില് 3 ലക്ഷം രൂപയ്ക്ക് വേണ്ടി? ഇനി എന്റെ മുന്നിൽ കള്ളം പറയാൻ നിൽക്കരുത്. പറയൂ. എന്റെ അമ്മയ്ക്ക് 3 ലക്ഷം രൂപയുടെ ആവശ്യം. നിങ്ങൾ കേട്ടല്ലോ, ഇവൾക്കപ്പോ പൈസയുടെ ആവശ്യമുണ്ട്. ഇവള് വിചാരിച്ചു ആ റൂബി മോഷ്ടിച്ച് ഇവരുടെ പൈസയുടെ ആവശ്യം അങ്ങ് നടത്താമെന്ന്. എനിക്കറിയാം ഇവക്ക് ബുദ്ധിമുട്ടുണ്ട്, നിവൃത്തികേടുണ്ട്. പക്ഷെ നമ്മളോട് കാണിച്ച വിശ്വാസവഞ്ചന അതെങ്ങനെ മറക്കാൻ പറ്റും? 3 ലക്ഷം രൂപയുടെ ആവശ്യത്തിന് 6 ലക്ഷത്തിന്റെ റൂബി എന്തിനെടുത്തു? അത് കണ്ടപ്പോ നിന്റെ മനസ്സിളകിപ്പോയോ? ഒരിക്കലുമില്ല. ഇതെല്ലാം കള്ളമാണ്. എന്റെ കയ്യിൽ പൈസ ഇല്ല എന്നുള്ളത് സത്യമാണ്. എനിക്ക് പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു. പാവപ്പെട്ടവർക്ക് എന്നും പൈസയുടെ ആവശ്യം ഉണ്ടായിരിക്കുമല്ലോ. പൈസയുടെ ബുദ്ധിമുട്ട് കാരണം അവരുടെ മുന്നിൽ എന്നും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള പൈസ പോലും കയ്യിലുണ്ടായെന്ന് വരില്ല. എന്ന് വെച്ച് എല്ലാ ദരിദ്രരും കള്ളന്മാരാണെന്നല്ല അതിനർത്ഥം. ഞങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണമില്ലെങ്കിൽ വെള്ളം കുടിച്ചിട്ടെങ്കിലും കിടന്നുറങ്ങും. ഞങ്ങൾക്ക് ആവശ്യങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ഞങ്ങളുടെ അഭിമാനം പണയം വെക്കാറില്ല. എനിക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ട് എന്ന് വെച്ച് ഞാനിവിടെ മോഷ്ടിക്കാൻ വന്നു എന്നല്ല അർത്ഥം. അത് ഞാനല്ല എടുത്തത്. മാഡം എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ചേച്ചി, നിങ്ങൾക്ക് എന്തോ ഒരു തെറ്റ് പറ്റിയതാവും. പ്രീത വളരെ നല്ലൊരു കുട്ടിയാ.
അവൾ ഒരിക്കലും മോഷ്ടിക്കുകയില്ല. കണ്ടോ അമ്മേ, ഈ പെണ്ണ് എല്ലാരെയും വശത്താക്കി വെച്ചിരിക്കുന്നത്. ഇതിനു മുൻപ് ഏടത്തി ഒരു വാക്ക് പോലും എനിക്ക് അഗൻസ്റ്റ് ആയിട്ട് പറയുമായിരുന്നില്ല. എപ്പോഴും ഞാൻ പറയുന്നത് അനുസരിക്കും. ഇപ്പൊ കണ്ടോ? മോളെ, നമ്മുടെ കുടുംബത്തിനു വേണ്ടി കവിത എന്തെങ്കിലും പറയുന്നത് നല്ലതിനാ. പിന്നെ എന്നോടൊപ്പം പ്രീത ഇന്ന് അധിക നേരം ഉണ്ടായിരുന്നില്ല. ഇന്ന് ഏറെ സമയം അവൾ കാർത്തികയുടെ മുറിയിലായിരുന്നു. ഇന്നവൾ ഡിസ്റ്റർബ്ഡ് ആയിരുന്നെന്ന് എനിക്ക് തോന്നി. ചിലപ്പോ അമ്മ കാരണം ഡിസ്റ്റർബ് ആയിരിക്കാം, അതല്ലെങ്കിൽ മോഷ്ടിക്കാനുള്ള പ്ലാനിങ്ങിലായിരുന്നിരിക്കും. ഒന്നുമല്ലമ്മേ, ഈ പെണ്ണുണ്ടല്ലോ നമ്മുടെ എല്ലാവരുടെയും നന്മയെ മുതലെടുത്തുകൊണ്ട് നമ്മളെ പറ്റിക്കുകയായിരുന്നു. നോക്ക്, നീ നിന്റെ തെറ്റ് സമ്മതിച്ച് ആ റൂബി തിരികെ തന്നേക്കും. അങ്ങനെ ചെയ്താൽ നിന്നെ ഈ വീട്ടിൽ നിന്ന് ഞാൻ വെറുതെ വിട്ടേക്കാം. പക്ഷെ നീ നിന്റെ വാക്കിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ എനിക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. നിങ്ങൾക്ക് ഞാൻ എന്താണ് തിരികെ തരേണ്ടത്? ഞാനൊന്നും എടുത്തിട്ടില്ല മാം. ഈ മുതലക്കണ്ണീര് എനിക്ക് ഒരു മാറ്റവും വരുത്തില്ല. അവസാനമായി നിനക്ക് ഞാൻ ഒരു ചാൻസ് കൂടി തരിക, അത് തിരികെ തരാൻ. എനിക്ക് ആ മാല വളരെ വിലപ്പെട്ടതാണ്. എന്റെ അമ്മ എനിക്ക് തന്നതാണ്. അതെനിക്ക് എന്റെ മകൾക്ക് കൊടുക്കണം. എന്റെ കയ്യിലില്ല. സൃഷ്ടി, സൃഷ്ടി, ഇവളുടെ ബാഗ് ചെക്ക് ചെയ്യൂ. മൂവ്. വേഗം. ഫാസ്റ്റ്. എനിക്കെന്തിനാ തരുന്നേ? നിന്നോട് ചെക്ക് ചെയ്യാനാ ഞാൻ പറഞ്ഞേ. ശരി, വേഗം ചെക്ക് ചെയ്യൂ. ഇതിലൊന്നുമില്ല. ഇതിൽ റൂബിയെന്നല്ല, തിരിച്ചു പോകാനുള്ള ബസ് കാശ് പോലും ഇല്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ? ഒരു ഗണപതി വിഗ്രഹം. വാട്ട്? ഇതെന്തിനാ? എനിക്കറിയാം, നിങ്ങൾക്ക് ഈശ്വരനിൽ വിശ്വാസമുള്ളതുകൊണ്ടല്ലേ നിങ്ങളുടെ എല്ലാ പ്രോബ്ലംസും ഈശ്വരൻ സോൾവ് ചെയ്യുന്നു നിങ്ങൾ കരുതുന്നു, റൈറ്റ്? പിന്നെ മാം, മിഡിൽ ക്ലാസ് പെൺകുട്ടികളെ പറ്റിയുള്ള നിങ്ങളുടെ വിചാരം തെറ്റാണ്. നിങ്ങൾ എന്താ വിചാരിച്ചേ? തരം കിട്ടിയ എല്ലാ ദരിദ്ര പെൺകുട്ടികളും തെറ്റ് ചെയ്യുന്നോ? മിഡിൽ ക്ലാസ് പെൺകുട്ടികൾ എല്ലാവരും അക്കൗണ്ടന്റ് ആണ്. അക്കൗണ്ടിൽ നിന്ന് പൈസ മോഷ്ടിച്ച് സ്വന്തം അക്കൗണ്ടിലോട്ട് ഇടാറില്ല. മിഡിൽ ക്ലാസ് പെൺകുട്ടികൾ സെയിൽസ് ഗേൾസ് ആയിരിക്കും. ഏതെങ്കിലും ജ്വല്ലറി ഷോപ്പിൽ ഉണ്ടെങ്കിൽ ആഭരണങ്ങൾ വിൽക്കാനായിരിക്കും, അല്ലാതെ മോഷ്ടിക്കില്ല. നിങ്ങളെ പോലെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ എന്തെങ്കിലും കളവ് പോയിട്ടുണ്ടെങ്കിൽ കുറ്റമാർക്കാം ഒരു ദരിദ്ര പെൺകുട്ടിയുടെ മേൽ. എന്താ കാരണം? അത് ഭയങ്കര എളുപ്പമല്ലേ? ഇതുപോലുള്ളവർക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ ആരും ഇല്ലല്ലോ. പിന്നെ നിങ്ങളെ പോലുള്ള പണക്കാർ ഇവർ കള്ളികളാണെന്നും പറഞ്ഞ് അങ്ങ് മുദ്ര കുത്തുകയും ചെയ്യും. നിങ്ങൾ ചെയ്യുന്ന പാപം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളെ ബഹുമാനിക്കണമെന്നാ എന്നും ഇവള് കാർത്തികയോട് പറയാറുണ്ടായിരുന്നത്. നിങ്ങൾ നൽകിയത് ധരിക്കണമെന്നും. ആ ഇവളാണോ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത്? നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ ഇവൾക്ക് എന്തുമാത്രം വിഷമായിട്ടുണ്ടാവുമെന്ന്? ഈ പെൺകുട്ടി മറ്റുള്ളവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി കാണാൻ വേണ്ടി സ്വന്തമായിട്ട് വേദനിക്കുന്നവളാ. ഈ പെൺകുട്ടി ഉണ്ടല്ലോ, മറ്റുള്ളവരെ കഴിപ്പിക്കാൻ വേണ്ടി സ്വന്തമായിട്ട് വേഷം ധരിക്കുക. അറിയോ? ആരെങ്കിലും ഒരാളെ നന്നാക്കാൻ വേണ്ടി അയാളുടെ ടാൻഡ്രംസും ആറ്റിറ്റ്യൂഡും എല്ലാം ഇവള് സഹിക്കും. ഇല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ പ്ലീസ്. ഇവരെന്തൊക്കെ നോൺസെൻസ് ആയി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എല്ലാത്തിനും ഒരു ലിമിറ്റ് ഇല്ലേ? പക്ഷെ നിങ്ങൾ എല്ലാ ലിമിറ്റും ക്രോസ് ചെയ്തിരിക്കുക. ഒരു മിനിറ്റ്, നീ എന്തിനാ ഇവളുടെ പക്ഷം പിടിച്ചിങ്ങനെ സംസാരിക്കുന്നത്? നിന്റെ മേൽ ഞാൻ കുറ്റമൊന്നും ചാർത്തിയില്ലല്ലോ. പിന്നെ ഇവളെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ നിനക്കെങ്ങനെ മനസ്സിലായി? ഇവളെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ എനിക്കറിയാൻ കാരണം ഇവൾ എന്റെ സഹോദരിയാണ്. വാട്ട്? ഇതെന്റെ ചേച്ചിയാ. ചേച്ചി കരച്ചിൽ നിർത്ത്. ചേച്ചി എന്തിനാ ഇങ്ങനെ കിടന്ന് കരയുന്നത്? ചേച്ചി ഒന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ചേച്ചി കരയേണ്ട ഒരു ആവശ്യമില്ല. പ്ലീസ് പ്ലീസ് ഡോണ്ട് ക്രൈ. നന്നായിരിക്കുന്നു, നന്നായിരിക്കുന്നു. നല്ല ആക്ടിംഗ് ആണല്ലോ രണ്ടുപേരും. ഞങ്ങൾ ആരും അറിഞ്ഞതേ ഇല്ല ഇവര് സിസ്റ്റേഴ്സ് ആണെന്ന്. ഇതിന്റെ അർത്ഥം നിങ്ങൾ രണ്ടുപേരും ചേർന്നാണ് മോഷണം നടത്തിയത്. നോക്ക്, ഇതിൽ ചേച്ചിയുടെ ഒരു തെറ്റുമില്ല. ഞാൻ ചേച്ചിയോട് പറഞ്ഞതാ. ഇത്രയും വലിയൊരു രഹസ്യം നിങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചതെന്ന് ഞങ്ങൾ അറിയുന്നതിൽ തെറ്റുണ്ടോ?
ജസ്റ്റ് ഫോർ ഫൺ. What did you say? What fun? ഞാനാ ചേച്ചിയോട് പറഞ്ഞത് നമ്മളെ സഹോദരിമാരാണെന്ന് ഇവിടെ ആരോടും പറയരുതെന്ന്. അപ്പൊ എനിക്ക് അറിയാൻ പറ്റും ആർക്കാ ചേച്ചി ഇഷ്ടമുള്ളതെന്നും ആർക്കാ ഇഷ്ടമല്ലാത്തതെന്നും. Seriously? നീ ഇവിടെ ഇപ്പൊ ഈ പറഞ്ഞതിനെ കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ടോ നിനക്ക്? നോക്കൂ മാം, നിങ്ങൾക്ക് ചിലപ്പോ ഈ കാര്യം ചൈൽഡിഷും സ്റ്റുപ്പിഡും ആയിട്ടൊക്കെ തോന്നാം. പക്ഷെ ഞാൻ ആലോചിച്ചപ്പോ എനിക്ക് ശരിയായിട്ടാ തോന്നിയത്. Enough is enough. നിങ്ങൾ രണ്ടുപേർക്ക് ഞാൻ ഒരുപാട് അവസരങ്ങൾ തന്നു. ഇനി ഞാൻ പോലീസിനെ വിളിക്കാൻ പോവാ. വേണ്ട, ഒരു മിനിറ്റ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്റെ കയ്യിൽ ഒന്നുമില്ല. മാഡം പോലീസിനെ വിളിക്കരുത്. ഞാനൊന്നും എടുത്തിട്ടില്ല. മാഡം എല്ലാം ചെക്ക് ചെയ്തതല്ലേ. ഇതെന്താ അവിടെ നടക്കുന്നത്? നോ, ഇറ്റ്സ് നോട്ട് എ മിസ്റ്റേക്ക്, ഇറ്റ്സ് എ ബ്ലണ്ടർ. ഇതുപോലൊരു റാൻഡം കൊട്ടേഷൻ നിങ്ങൾ എന്തിനു വേണ്ടി അയച്ചു? ഐ ആം റിയലി സോറി സർ. ഇതൊരു സോറി പറഞ്ഞ് തീർക്കേണ്ട കാര്യമല്ലല്ലോ. ഇറ്റ്സ് എ ബിഗ് മിസ്റ്റേക്ക്. 10 മിനിറ്റിനുള്ളിൽ ഞാൻ അവിടെ എത്തും. പക്ഷെ ആ 10 മിനിറ്റ് നേരമേ ഞാൻ അവിടെ ഉണ്ടാവുകയുള്ളൂ. ഇന്ന് വീട്ടിൽ സഹോദരിയുടെ എൻഗേജ്മെന്റ് ആണ്. പക്ഷേ മിസ്റ്റർ ജോൺ 15 മിനിറ്റ് ഇവിടെ ഉണ്ടാവും സർ. അത് കഴിഞ്ഞാൽ അയാൾ പോകും. അയാൾ പോയി കഴിഞ്ഞാൽ ഈ ഡീൽ പൂർണ്ണമായും ക്യാൻസൽ ആയി പോകും സർ. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ 10 മിനിറ്റിനുള്ളിൽ അവിടെ എത്തുമെന്ന് പറഞ്ഞ് എത്തിയിരിക്കും. പുട്ട് ഡൗൺ ദ ഫോൺ. സർ. പ്രീതി എന്താ ഫോൺ എടുക്കാത്തത്? ഹലോ പ്രീത. ഹലോ, ഞാനാ സൃഷ്ടി. കുറെ നേരം ഞാൻ പ്രീതയെ വിളിക്കുന്നു. അവളെന്താ ഫോൺ എടുക്കാത്തത്? നിങ്ങൾ രണ്ടാളും ഒരുമിച്ചല്ലേ? എനിക്കാകെ പേടിയാവുന്നു. ഒരുപാട് വൈകിയല്ലോ. ഈ നഗരം വേറെയാണ്, ഇത് മുംബൈയാണ്. മുംബൈയിൽ ഈ രാത്രിയിൽ നിങ്ങൾ രണ്ടും എവിടെയാണ്? നിങ്ങൾ പറഞ്ഞത് ശരിയാ. ഞങ്ങളുടെ ആ ചെറിയ നഗരം ഈ മുംബൈക്കാൾ ഒരുപാട് സേഫാ. ഞാൻ ബുദ്ധിമുട്ടിലായിരുന്നപ്പോ പ്രീത ചേച്ചി നിങ്ങളുടെ ഹെൽപ്പ് ചോദിച്ചില്ലായിരുന്നോ? ഇന്ന് ചേച്ചി അപകടത്തിലാണ്. എന്നെ അന്ന് കളിയാക്കിയ പോലെ അവളെ ഇന്ന് കളിയാക്കിയിരിക്ക. ഞങ്ങളുടെ സ്വന്തം അമ്മയല്ല ശരി, ഞങ്ങളുടെ വീടിന്റെ ഉടമസ്ഥ എന്ന നിലയ്ക്കെങ്കിലും ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ പ്ലീസ്. നിങ്ങളിപ്പോ എവിടെയാണെന്ന്? ചേച്ചി, ഞാൻ ഒരു വീട്ടിലെ വർക്ക് ചെയ്യുന്ന നമ്പ്യാർ ഹൗസ്. ഇവിടെ ഒരു കുട്ടിയുടെ എൻഗേജ്മെന്റ് ആയിരുന്നു. ആ എൻഗേജ്മെന്റിന്റെ ഇടയിൽ ആ കുട്ടിയുടെ മാലയിലെ റൂബി കളഞ്ഞുപോയി. അതെവിടെ പോയെന്ന് അറിയില്ല. അവരെ പ്രീത ചേച്ചി എടുത്തെന്നാ പറയുന്നത്. എന്നോട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചേച്ചിയുടെ ബാഗ് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. എനിക്കത് ഭയങ്കര വിഷമമായി. ഞങ്ങൾ രണ്ടുപേരും സഹോദരിമാരാണെന്ന് അവരറിഞ്ഞപ്പോ ഞങ്ങൾ രണ്ടുപേരെ കുറ്റക്കാരാക്കി. എനിക്ക് പേടിയാവുന്നു. പ്ലീസ്. നമ്പ്യാർ ഹൗസ് അതായത് കിരണിന്റെ വീടല്ലേ? നിങ്ങൾക്ക് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ലേ? പ്ലീസ്. ഫോൺ കട്ട് ചെയ്തോ? ആർക്കും ഒരു ഛേദവും ഇല്ലല്ലോ. ഞങ്ങൾക്ക് ഇവിടെ ആരും ഇല്ലല്ലോ. ഞങ്ങളിപ്പോ എന്താ ചെയ്യാ? ഓ ഗോഡ്. അവസാനമായി നിനക്കൊരവസരം കൂടി തരിക, സത്യം പറയാൻ. ഞാനൊന്നും ചെയ്തിട്ടില്ല. കാർത്തിക, നിനക്കെന്ത് പറ്റി? നിനക്കൊരു നാണമില്ലടി. ലിസൺ, ഡോണ്ട് ടെസ്റ്റ് മൈ പേഷ്യൻസ്. എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ എന്നെ കാമോശായി വേറെ ആരും ഉണ്ടാവില്ല. കവിത ആന്റി, ആന്റി എന്താ ചെയ്യുന്നേ? കൈവിട്ടെ. കവിത ആന്റി, ഞാനാ പറയുന്നത്, പ്ലീസ് ഒന്ന് കൈവിടൂ. ആന്റി പ്രീതയോട് ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെന്ത് ചെയ്യണം? ഇവളെ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കണോ അതോ പൂക്കൾ വിതരണോ? ഇവളോട് മാന്യമായി സംസാരിക്കണമെന്നാണോ നീ പറയുന്നത്? ഇവൾ എന്ത് ചെയ്തെന്ന് നിനക്കറിയാമോ? എന്ത് ചെയ്തെന്ന്? നമുക്ക് പാരമ്പര്യമായി കിട്ടിയ ആഭരണത്തിൽ നിന്ന് ഇവൾ റൂബി മോഷ്ടിച്ചു. ഇംപോസിബിൾ. ചെയ്യുന്ന പോയിട്ട് അങ്ങനെ ഇവള് ചിന്തിക്കുക പോലുമില്ല. അതിനുള്ള ഗ്യാരണ്ടി ഞാൻ തരാം. പ്രീത എനിക്ക് നന്നായിട്ട് അറിയാം. നന്ദിയുണ്ട്. ചേച്ചിയുടെ സൈഡിൽ ആരെങ്കിലും ഉണ്ടല്ലോ. നീ ഇവളുടെ നന്മയല്ല കണ്ടിട്ടുള്ളത്, നല്ലവളാണെന്ന് ഇവളുടെ അഭിനയമാ കണ്ടത്. ഈ ഞാൻ ലോകം കണ്ടവളാ. ഐ എം 101% ഷുവർ ഇവള് തന്നെയാ മോഷ്ടിച്ചേ. ഇനി പോലീസ് വന്നിട്ട് ഇവളെ കൊണ്ട് സത്യം പറയിക്കട്ടെ. അപ്പൊ ഈ പെണ്ണ് എന്റെ മുന്നിൽ കൈ കൂപ്പി നിന്ന് വിറയ്ക്കും. പറയാറില്ലേ, കിട്ടേണ്ടത് കിട്ടിയാലേ ചിലര് നന്നാവൂന്ന്.